ലോകം ഉറ്റുനോക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തി. അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെറുക്കാൻ ആഗോളതലത്തിലുള്ള ധാരണ ഈ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇസ്രായേൽ ഇറാൻ വിഷയം G7 ഉച്ചകോടിയിൽ ചർച്ചയാകും. കാനഡയിലെ ആൽബർട്ടയിലാണ് G7 രാഷ്ട്രങ്ങളുടെ നിർണായക ഉച്ചകോടി നടക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയത്തിൽ ചൂടേറിയ ചർച്ചകളാണ് ഉച്ചകോടിയിൽ പ്രതീക്ഷിക്കുന്നത്. ആഗോള സാമ്പത്തിക ആശങ്കകൾ, ഊർജ്ജ സുരക്ഷിതത്വം തുടങ്ങിയ വിഷയങ്ങൾ മുഖ്യ അജണ്ടയിലുണ്ട്. സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തി. തുടർച്ചയായി 6ാം തവണയാണ് നരേന്ദ്രമോദി ഉച്ചകോടിയിലെ ക്ഷണിതാവാകുന്നത്. സാങ്കേതിക വൈദഗ്ധ്യം, നിർമ്മിത ബുദ്ധി, ക്വാണ്ടം അഡ്വാൻസ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. 2018 G7 ഉച്ചകോടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുന്നു എന്ന സവിശേഷതയും ഇത്തവണത്തെ G7 ഉച്ചകോടിക്കുണ്ട്. വാണിജ്യ നയരൂപീകരണം, അതിർത്തി കടന്നുള്ള സായുധ സേനാ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തത വരുത്താൻ ട്രംപിന്റെ സാന്നിധ്യം സഹായകരമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. G7 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി നാളെ സമാപിക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24.